Hi dears, Assalamu alaikum, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കേക്ക് ലെയർ ചെയ്തെടുക്കാം എന്നുള്ള കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ലെയേഴ്സ് കറക്റ്റ് ആയിട്ട് ലെയർ ചെയ്തെടുക്കാം എന്നുള്ള ഒരു കമന്റ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. പക്ഷേ അത് കാണാത്ത ഒരുപാട് പുതിയ കൂട്ടുകാർ നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് കൂടി വേണ്ടിയിട്ടാട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ബിഗിനേഴ്സ് ൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ പ്രത്യേകം തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ലെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു ബ്രെഡ് നൈഫാണ്. അതിൻ്റെ ആ ഒരു നൈഫിൻ്റെ അറ്റഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു വേറെ ടൈപ്പാണ്. അതാണ് ബ്രെഡ് നൈഫ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നോർമൽ കത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കേക്കിൻ്റെ ചുറ്റും ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുന്നതിന് ചുറ്റുമായിട്ട് അതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റഭാഗം കേക്കിൻ്റെ ഉള്ളിലേക്ക് പോവരുത്. ആദ്യം കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ കത്തിയുടെ ഉൾഭാഗം കേക്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് കേക്കിൻ്റെ അറ്റഭാഗം ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാതെ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഉള്ളിലേക്ക് അങ്ങ് കയറ്റി കൊണ്ടുപോയാൽ അടിപൊളിയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ലെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ അടുത്ത ലെയറും ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 kg കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ കൺവെൻഷൻ ഓവനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ അടുത്ത ലെയറും സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ലെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സ് ആയിരിക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ലെയേഴ്സും നമുക്ക് സെയിം അളവിൽ സെയിം ഒരു വളവോ തിരിവോ ഒന്നും ഇല്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്